ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെൽട്ടൺ മെല്ലോ ട്രക്കർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ഗ്രാമങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞില്ലേ. ஹரி, இந்த இடத்த பத்தி கொஞ்சம் சொல்லு. இடமா இது வந்து பாத்தீங்கன்னா வக்கணபுரம் இல்ல வக்கண மரமா வக்கண மரம் வக்கண மரம் வக்கண மரம் வக்கண மரம் ஆமா. இந்த வக்கண மரத்துல இருந்து நல்லா இருந்துச்சு, மண் வீடா இருந்துச்சு. அதெல்லாம் பாத்தீங்கன்னா சிமெண்ட் வீடு கட்டிட்டாங்க. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം ഫുള്ളും ആദിമകാലങ്ങളിലെ വീടുകളായിരുന്നു ഇവിടെ കൂടുതലുണ്ടായിരുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് കുറേ പാസ്സായി വരുന്നുണ്ട്. അവിടെ വീട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കാട്ടിൻ്റെ ഉള്ളിലും ഒരു മലച്ചെരുവിലൊരു ഗ്രാമമുണ്ട്. എൻ്റെ ബാക്കിൽ ഒരു റോഡ് പോകുന്നുണ്ടല്ലോ. ഈ റോഡിലൂടെ കുറച്ചൊന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മലയുടെ ചെരുവിൽ കുറച്ച് വില്ലേജ് ഉണ്ട് തരാം. അതൊക്കെ പഴയ കാലത്തെ വീടുകളാണ്. ഇതുപോലത്തെയും പഴയ കാലത്തെ വീടുകളും ഇപ്പോഴും ആ കാട്ടിൻ്റെ ഉള്ളിൽ, അതായത് കടുവയും പുലിയും വരുന്ന ഈ സ്ഥലത്തുണ്ട് എന്നാട്ടാ പറഞ്ഞതുപോലെ മലച്ചെരുവിട ഗ്രാമങ്ങളുണ്ടല്ലോ, അവിടെ ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വരട്ടോ അവിടുത്തെ അവസ്ഥകൾ എങ്ങനെയാണെന്നുള്ളത്. അതായത് കൊടും കാട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു മലച്ചെരുവിലാണ് ആ ഗ്രാമം. പോകുന്ന വഴിക്കൊക്കെ രണ്ട് സൈഡും കുറേ കാപ്പിത്തോട്ടമൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ஊர் பேர் என்ன? குடலா போட்டியா? என்னது? சாமக்குடல். சாமக்குடல். ஆடெல்லாம் எடுத்துட்டு உள்ள போறீங்க, ஒன்றும் பிரச்சனை இல்லையா? பயந்து பயந்து தான் போயிட்டு வர்றீங்க. இல்லை, இந்த புலியெல்லாம் பார்த்துருப்பீங்கல்ல, அப்போ இந்த ஆடெல்லாம் பிடிக்க வராதுங்களா? இந்த புலியெல்லாம் ஆடை பிடிக்க வருமா? பிடிச்சிருக்கா? அப்படி நிறைய ஆட்டை பிடிச்சிருக்கு தான். புலி வந்து ஆடை பிடிச்சிட்டு போயிடும். ஆனால் நீங்கள் பயந்து பயந்துட்டு தான் உள்ளே போயிட்டு வரீங்க. எவ்வளோ தூரம் போவீங்கம்மா காட்டுக்குள்ளே? கீழேனா எவ்வளோ? ரொம்ப ரொம்ப தூரம் போகுமா? തനിയെ தான் പോയിട്ട് തനിയെ தான் വരുവീங்களா? അതായത് ഈ അമ്മ പറയുന്നത് ഈ കൊടുങ്കാട്ടിലൂടെ ഒറ്റയ്ക്ക് പോയിട്ട് വേണം ആടും പശുവും ഒക്കെ മേയ്ക്കാൻ വേണ്ടിയിട്ട് പോകാൻ. അങ്ങനെ ആടിനും പശുവിനും മേയ്ക്കാൻ വേണ്ടി കാട്ടിലൂടെ പോകുമ്പോൾ കടുവ വന്നിട്ട് ഇവരുടെ ആടുകളെ കടിച്ചു പോകുന്നത്, അതായത് അതിനെ അറ്റാക്ക് ചെയ്ത് വലിച്ചു കൊണ്ടുപോകുന്നത് തന്നെ ഇവരൊക്കെ നേർക്ക് നേരെ കാണാറുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ പോകുന്നത് ചോദിച്ചാൽ ഞങ്ങളുടെ വരുമാനം ഇതാണ്, അതുകൊണ്ട് പോകാണ്ടിരിക്കാനും പറ്റില്ല എന്നാണ് അവരുടെ അവസ്ഥ. അതായത് ഈ കൊടുങ്കാട്ടിലൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആടുകളും പശുക്കളും മേയിച്ചിട്ട് വേണം ഇവരുടെ ജീവിതങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ തേയില എസ്റ്റേറ്റിലൊക്കെ പണിയെടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ അമ്മ അതാ കാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നേരം വൈകി നിൽക്കുക. ഞാൻ പിടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു. വാവ്, ഈ പോകുന്ന ഈ വഴിയുണ്ടല്ലോ, ഈ വഴിയിലൂടെ ഒക്കെ രാത്രി കാലങ്ങളിൽ ആന സ്ഥിരം വരാറുണ്ടെന്ന് നമ്മളോട് പറഞ്ഞത് കേട്ടോ അവിടുത്തെ ഒരു ഏട്ടൻ. എൻ്റെ മക്കളെ, ഇതൊക്കെ ഒന്ന് കാണണം നിങ്ങൾ. ഇത് നോക്കിയ അതിൻ്റെ വ്യൂ. ഈ മലയുടെ ചെരുവിലാണ് കേട്ടോ ഈ വീടുകളൊക്കെ. ഹരി, സ്ലിപ്പായിരുമാ? ഭയങ്കര മോശമാ ഇருக்கு റോഡ്. എന്നാ അതുകൊണ്ട് റോഡൊക്കെ ഭയങ്കര മോശമാട്ടോ, സ്ലിപ്പാവും. நான் பயப்படல, உளுந்தா 2 பேரும் ஒன்னா தானே விழுவோம். பயங்கிறது நம்ம சரித்திரத்திலே கிடையாது ஹரி. ஏன் இதுல ரோடு எங்க? இந்த இருக்கா ரோடு? അതായത് ഡെഡ് എൻഡിലാണ് വന്ന് നിൽക്കുന്നത്. ഇനി അങ്ങോട്ട് റോഡുകളോ അല്ലെ പാതകളോ അങ്ങനെ ഒന്നുമില്ല. ഈ സാമക്കുടൽ ഊരിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ ഈ കാണുന്ന മല ഉണ്ടല്ലോ, ഈ മലയുടെ ചെരുവിലാണ് ഈ നാട് ഇരിക്കുന്നത്, അതായത് ഈ ഊര് ഇരിക്കുന്നത്. അപ്പോൾ താഴെ ഒന്ന് ഇറങ്ങി പോയിട്ട് നോക്കിയിട്ട് വരാട്ടോ ഈ മലച്ചെരുവിലുള്ള വീടുകളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞങ്ങളേതായാലും ഉള്ളിലേക്ക് ഇറങ്ങി പോയി നോക്കാം. ഓ, ஹீட்டாக இருக்காது. சாமைக்குடல் ஊர் பேர். ஐயா சொந்த ஊர் இங்கே தானா? நீங்கள் சொந்த ஊர் இங்கே தானா? இதே ஊர் தான், இதே ஊர் தான் சொந்த ஊர். அந்த காலத்துலேருந்து இந்த காலம் வரைக்கும் நான் வெளியூர்லேருந்து இங்கே வந்தவர் எல்லாம். இதுலேயே தாத்தா முறை 5 தலைமுறையாச்சு. 5 தலைமுறை இந்த மலையில் இருக்கிறது. 5 தலைமுறை இங்கே தான் இருக்கிறீங்க? இங்கே தான் இருக்கீங்க. அதுக்கு மேலே எத்தனை தலைமுறைக்கு தான் நமக்கு தெரியாது. அது பிரச்சனை இல்லை, கேட்குறோம். நான் நம்ம தாத்தாவோட நம்ம அப்பா, நான், நம்ம பையன், நம்ம பேரன் 5 தலைமுறை நான் பார்த்தேன். 5 தலைமுறை இங்கே தான் இருக்கீங்க. நான் பார்த்துருக்க அளவுக்கு நீங்கள் பார்த்துருக்கீங்கன்னு சொல்கிறீங்க. சரி சரி சரி. அதுக்கு மேலிட்டு அது எத்தனையோ நமக்கு தெரியாது. இது மேலே வேலை இங்கே என்னங்கய்யா? வேலை நம்ம இது சொந்த வேலை தான். ஏதோ ஒரு 1-2 ஆள் இந்த எஸ்டேட் வேலைக்கு போகிறாங்க. இங்கேருந்து எஸ்டேட் வேலைக்கு போகிறாங்க. உங்கள் சின்ன வயசுல என்ன வேலை பார்த்தீங்க இங்கே? வேலை விவசாயம். ஆமாம், இந்த ஏரியா ஃபுல்லாக விவசாயம். உங்கள் சின்ன வயசில்? ஆமாம், காடு இந்த இடம் பத்தாது. அந்த ஏரியா அத்தனை மக்கள் இருந்துச்சு. அப்போ நிறைய பேர் இருந்தாங்க. ஆமாம், சோளம், மக்காச்சோளம் போடுறது, தினை போடுறது. இங்கே சோளம் போட முடியுமா? மக்காச்சோளம் எல்லாம் ராகி, பூசணிக்காய்,
பச்சை மிளகா, கத்திரிக்காய் எல்லாம் தோட்டம். அப்புறம் இது காலநிலை மாற்றமாகி போச்சு. காலநிலமாயி வரும்போது மண்ணு சரிஞ்சு மண்ணுக்கு விரசி ஈரப்பச்சை அன்னைக்கு பச்சை 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 இன்னைக்கு எந்த பச்சை இல்லை. உட்காந்துருந்தா கூட ஒரு குளிர்ச்சி. இன்னைக்கு சர்க்கில்லாமே உட்காரணும். அப்படி ஆயிப்போச்சா. அதாவது சட்டை போட்டுட்டு கூட உட்காந்து குளிர், இப்ப சட்டை இல்லாம உட்காந்தாலும் குளிர மாட்டேங்குது. இங்க இது யானை அதெல்லாம் வராது. இங்கே படுத்துடுறோம். இங்க நைட் இங்கே படுத்துருவீங்களா? ஏன் இங்க யானை எல்லாம் எதுவும் வராதா? வராது. நம்ம வீட்டுக்கு எந்த நம்ம ஊருக்குள்ள எந்த ஆனை இன்னும் 5 தலைமுறை வரல. 5 தலைமுறை வரல. പിലക്കായ് സാപ്പിടത്തേക്ക് വരുന്നത്. പിലക്കായ് സാപ്പിടാൻ വരും. ഈ പിലക്കായ് സാപ്പിടാൻ ആന വരും എന്ന് പറയുന്നത് ചക്കപ്പഴ കഴിക്കാൻ വരുന്ന കേട്ടോ. അത് ചില പേർക്ക് അറിയണ്ടായിരിക്കും, അറിയാത്തവർക്ക് ഞാൻ ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. സംഗതി ഇവർ ഈ പറയുന്നത് ഞങ്ങൾ മുറ്റത്ത് തന്നെ കടന്നുറങ്ങാറ്, പക്ഷേ ഞങ്ങൾ ചുറ്റോറം കാട്ടാന വന്ന് പോകുന്നുണ്ടെന്നാണ് ഞങ്ങളോട് പറയുന്നത് കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇതുവരെ ആക്രമിച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കടുവയും പുലിയും കരിമ്പുലിയും ഒക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ ഇന്നേ വരെ ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. കരടി എല്ലാം இருக்குது. நரி இருக்கு, அப்புறம் ஆனை இருக்கு, எல்லா மகசாலையும் இருக்கு. ஆனா நம்ம கண்ணுக்கு அவ காமிச்சிருது இல்ல. ஆனை காமிக்கும், புலி எதுவும் கண்ணில் தெரியாது. சரி சரி சரி. இப்போ மொழியின் பேர் என்னங்க ஐயா? தமிழ் தான். தமிழ் போதே இன்னொன்று இருக்குல்ல, ஆதிவாசி. ஆதிவாசி. அப்படி வந்து ஆதிவாசின்னு சொன்னா 2-3 ஆதிவாசி இருக்கு. அதெல்லாம் ஆமா, இது மண், இது அதெல்லாம் மண்ணு சேவருதா? இதெல்லாம் மண்ணு சேவரு தான். மொக்க மண்ணு விடனே உண்டோ இல்ல. இந்த ஷீட் போட்டிருக்கீங்களா, இதனால சூடு வராது? உள்ள சூடு வருதுதான். இது வருது. இதான் நம்மது வந்து ஃபர்ஸ்ட் வாழை மட்டை. வாழை மட்டை வீடு. வாழை மட்டை வீடு. வீடு வாழை மட்டைன்னு எடுத்து வீடு இப்படி பண்ணியாச்சு. அதுக்கு பின்னால என்னன்னா காடு பில்லு. பில்லு காடு. பில்லு வீடு. அதுக்கு பின்னால ஓடு. அதுக்கப்புறம் ஓடு அரைக்கி இப்போ தகரா போட்டிருக்கோம். இப்போ தகரா போட்டிருக்கு. ரெண்டாவது இந்த வீடு. 5வது வந்து இப்போ காங்கிரீட் வருது. 2026 ഇവർ ആദ്യമായിട്ട് കോൺക്രീറ്റ് വീട് തന്നെ കാണുന്നത് കേട്ടോ. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് അത്ഭുതമായി. സംഗതി കോൺക്രീറ്റ് വീട്ടിലേക്ക് അവരിപ്പോൾ വരുന്നേ ഉള്ളൂ. ആദ്യമകാലങ്ങളിൽ അവർ വസിച്ചിരുന്നത് വാഴമട്ട വീട്ടിലായിരുന്നു. പിന്നെ കാട്ടുപുല്ലുകൾ കൊണ്ട് മേഞ്ഞുണ്ടാക്കുന്ന കുറച്ച് ചെറിയ വീടുകൾ. അതിനുശേഷം ഓടായിരുന്നു. ഇപ്പോൾ ഓടിറക്കിയിട്ട് ഇപ്പോൾ തകര ഷീറ്റ്. ഇന്ന് അതായത് ഈ കാലത്ത് ഇപ്പോഴാണ് അവർ ഈ കോൺക്രീറ്റ് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാണ്ടല്ലോ, ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഇനി നമുക്ക് ഇവിടെ താഴെ, അതായത് ചെരുവിടെ എൻഡ് വരെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. ഇന്നും പഴയ കാലത്തെ ജീവിതം കേട്ടോ. താഴെ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 7 കിലോമീറ്റർ നടന്ന ആ ഭവാനി സാഗർ പുഴ ഉണ്ടല്ലോ, അവിടെ എത്തും നമ്മൾ. ഇതിൻ്റെ താഴെ 7 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ അല്ലാതെ നമ്മൾ വണ്ടി വഴി വരണമെന്നുണ്ടെങ്കിൽ 150 കിലോമീറ്റർ ഈ മല മൊത്തം കറങ്ങിയിട്ട് അതിൽ വരാൻ പറ്റില്ല. നമുക്കിപ്പോൾ പോകണമെന്നുണ്ടെങ്കിലും അങ്ങനെ 150 കിലോമീറ്റർ കറങ്ങിയിട്ട് വേണം വരാൻ. അല്ലാതെ എന്നുണ്ടെങ്കിൽ 7 കിലോമീറ്റർ ഇങ്ങനെ നടന്നു പോകാത്ര. പക്ഷേ നമുക്ക് പോകാൻ പറ്റില്ല, ഇവർക്കൊക്കെ അലോഡാണ്. ഇതുകൊണ്ട് ഇവർ ജീവിതം കണ്ടില്ല, ഇങ്ങനെ കേട്ടോ, മലയിലും കാട്ടിൻ്റെ ഉള്ളിലും ഇങ്ങനെയാണ് ഇവരുടെ ജീവിതം. ஓடுறாங்க. ஹாய் சொல்லுங்க. சரி, പരമ്പര കോയിലാ? என்ன கோயில் நம்மளுக்கு வேணும். ഓ, ഈ കാണുന്ന ഒരു കുഴൽ കണ്ടില്ലേ, പി കുഴൽ. ഈ കുഴലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവരുടെ ഒരു ഫംഗ്ഷന് വേണ്ടി ഇവർ പി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കുഴലാണ്. പക്ഷേ ഇതിന് എന്തിനൊക്കെ യൂസ് ചെയ്യണമെന്ന് അറിയാം. ഈ ഒരു കുഴലേ അവർ യൂസ് ചെയ്യുള്ളൂ. എന്തിനൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണത്തിനും യൂസ് ചെയ്യും, മരണത്തിനും യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു കുട്ടി പുതിയതായിട്ട് ജനിച്ചു എന്ന് കുട്ടിക്കോ അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഇത് 3ഉം ഇവർ യൂസ് ചെയ്യും. ഈ 3 പരിപാടിക്കും ഈ ഒറ്റ കുഴൽ പാരമ്പര്യമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്ര. ഇത് ഉള്ളൊരു കുഴലാണ്. ആദ്യകാലങ്ങളിൽ അച്ചച്ചന്മാർ, അതായത് അവരുടെയും മുന്നിലുള്ള ആളുകാരൊക്കെ അത് യൂസ് ചെയ്തതാണ്. അത് ഇന്നേ വരെ, ഇപ്പോൾ ഞാൻ വരെ എൻ്റെ കയ്യിലുണ്ട്. ഇനി അങ്ങോട്ട് വരുന്ന തലമുറയ്ക്ക് ഉണ്ടാവും കേട്ടോ പറയുന്നത് ആ കുഴൽ. ഈ മലയുടെ ചെരുവിൽ ഈ ഗ്രാമം ഇങ്ങനെ കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിന് നേരെ താഴെ കുറച്ച് വീടും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടെ പോയി നോക്കിയിട്ട് വരാവേ. ഈ മലയുടെ ചെരുവിൽ ഞങ്ങളിത് അടിയിലേക്ക് ഇങ്ങനെ ചെരുവിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുത്തനാണ് ഇറങ്ങണത്. വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ കാണുന്നത് എനിക്കറിയില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ കുത്തനെ ഇതേ കയറ്റം ഞങ്ങൾ കയറും വേണം. അതാണ് ഇപ്പോൾ വള്ളി. എൻ്റെ അമ്മോ, സംഗതി ഇതൊക്കെ ഉണ്ടല്ലോ, കാണാനും നല്ല ഭംഗിയാണ്. ഇതുണ്ടല്ലേ സ്ഥലങ്ങളൊക്കെ കണ്ടോ, ഇവരുടെ ജീവിതമൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷേ എന്താ പറയുക, ഒരു എമർജൻസി എന്ന് വരുമ്പോഴാണ് ഒരു പ്രശ്നം. പക്ഷേ ഇവരുടെ വായന ഞാൻ ഇതുവരെ ഒരു എമർജൻസീൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞ് അവരിങ്ങനെ ഓടും അങ്ങനെ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. കാരണം
ഇവരുടെ അടുത്ത് വൈദ്യമുണ്ട്, അതായത് നാട്ടുവൈദ്യമുണ്ട്. ഇപ്പോൾ ഈ നടന്നു പോകുന്നിടത്ത് വലിയ പുലിയോ കടുവ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്നും ഇവിടെ പറയല്ല. ഇതുണ്ടോ ഫുള്ള് ചക്കമരാണേ, കണ്ടോ ചക്കമരം ഒരുപാടുണ്ട് ഇവിടെ. ഈ ചക്കമരം ഉള്ളത് കൊണ്ട് തന്നെയാണ് ആനകൾ ഇവിടെ സ്ഥിരമായിട്ട് വരുന്നത് കേട്ടോ പറഞ്ഞത്. ചക്ക സാപ്പിട വരും എന്ന് പറഞ്ഞില്ലേ, അതാണ്. എസ്റ്റേറ്റുക്കുള്ള റോഡാ? എങ്കാ പോகுது ரோடு? மண் தடை தான் போகுது. எங்கே போகுது? ரோடு போகுது. இதான் இருக்கு பாரு வீடு. இல்லையா இன்னும் போகணுமா? ഓ ഇത് സരിവുക്കുള്ള പോത് അറിയേ, വീടെന്താ ഇരിക്കുന്നത്. ഇത് കണ്ടില്ല നിങ്ങൾ, വീട് ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് നേരെ മലയുടെ ചെരുവിക്ക് പിന്നിതാ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതില്ലേ ഇങ്ങനെ നേരെ കൊക്കയ്ക്ക് പോതുരാ. എന്താ എന്താ ഇതില്ല, വാ പോയി പാக்கலாம். அலசுற மொலசுறன்னு கீழே விழுந்தேன்னு வச்சுக்கோ, நான் தூக்க மாட்டேன், என்னையே அரைச்சு தான் தூக்கிட்டு போகணும். பார்த்து போ சொன்னல. அது ஆட்டுப்புழுக்கும் காஃபி கொட்டைக்கு இவன் ஒருத்தன் காஃபி கொட்டைன்னு அடிச்சுட்டு ആട്ടുപുളിക്ക് നസുക്കിയിട്ട് இருக்கான். അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ കുറേ കുരുകൾ കാണുന്നുണ്ടേ. അപ്പോൾ ഈ കുരുവൊക്കെ വിചാരിച്ച് ഞങ്ങൾ മറ്റേ കാപ്പിക്കുരു ആണെന്നാണ്. പിന്നെ പൊട്ടിച്ച് നോക്കുമ്പോൾ പറഞ്ഞ ആട്ടിൻ്റെ കുരുവാണ്, അത് ആടിൻ്റെതാണ്. അരി പാത്ത് ഒന്ന് നിൽക്കണ ചെരിവ് കണ്ടില്ല നിങ്ങൾ. നേരെ അടി പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. സ്ലിപ്പായി കഴിഞ്ഞാൽ ചെരിവിലാണ് നമ്മൾ ഈ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. തക്കാളി ഉരുണ്ട അവളതാ സോളി മുടിഞ്ച്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ല നിങ്ങൾ. അപ്പം ഞാൻ ഈ നിൽക്കുന്നത് താഴെ കോത്തഗിരി, അതായത് കീൽ കോത്തഗിരിയിലാണ് ഞാൻ ഇപ്പം നിന്നുകൊണ്ടിരിക്കുന്നത്. ആ കീൽ കോത്തഗിരി ഹരി 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 വിറക്, അതായത് ആന മരം ഉന്തിത്തള്ളിയ ഒച്ച വരില്ലേ, വിറക് പൊട്ടുന്ന ആ സൗണ്ടൊക്കെ കേൾക്കുന്നത്. ഇത്രയും റിസ്ക്കൊക്കെ എടുത്തിട്ട് നമ്മൾ ചാനൽ റീച്ച് കിട്ടണം അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നോക്കുന്നത്. കാരണം ഇതുപോലെ ഹിഡൻ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര താല്പര്യമുള്ള ഒരു സംഭവമാണ്. നീലഗിരി ജില്ലയിൽ ഹിഡൻ ആയിട്ട് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ പേഴ്സണലായിട്ട് പോയി കാണുന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് അതേ നേരം അത് നിങ്ങളടുത്തും എത്തിക്കുന്നു. കാരണം ഒരുപാട് പേര് കമൻറ്റിൽ പറഞ്ഞിരുന്നു ഭയങ്കര സേഫായി നിൽക്കണം, സേഫായി പോകണമെന്ന്. നമ്മൾ ഒരു ദിവസം വരുന്നു ഒരു ദിവസം പോകുന്നു, പക്ഷേ ഡെയിലി ഇവരുടെ ജീവിതം ഇങ്ങനെയാണ്. അതൊന്ന് നമ്മൾ കാണുക, അവരുടെ കൂടെ ഒരു ദിവസം നിൽക്കുക, അത്രേ ഉള്ളൂ. അത് നിങ്ങളുടെ അടുത്ത് കൂടെ എത്തിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇത് വലിയ റിസ്ക് ഒക്കെ എടുത്ത് വീഡിയോ ചെയ്ത് റീച്ച് ആയി അതൊന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്തായാലും റിസ്ക് എടുത്ത് ചെയ്താലും വലിയ റീച്ചൊന്നും ആവില്ല, അത് വേറെ കാര്യം, ഞാൻ വെറുതെ പറയുകയാണ്. അപ്പോൾ നേരെ കണ്ടോ ഈ മലയുടെ, അതായത് കീഴ്കോത്തഗിരി ഏറ്റവും താഴെ ഇവിടെ കുറേ റിസോർട്ട്സൊക്കെ ഉണ്ടായിരുന്നു. ആ റിസോർട്ട്സിനും താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. റാ കാട്ടിലാണ് കേട്ടോ, നമ്മൾ ഡെൻസ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. നേരെ അവിടെ ഒരു എന്താണെന്നറിയില്ല, ഒരു വിറക് പൊട്ടിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് പോവാം, ഈ മലച്ചെരിവെന്ന് പോവാം. ഇതുണ്ടോ 1:11 കേട്ടോ സമയം. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല ക്ലിയർ ആയിട്ട്. ഈ നേരത്തും ഇവിടെ ഒരു ചെറിയ തണുപ്പ് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അതിനാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നത്, തണുപ്പൊന്ന് കൊള്ളണമെന്ന്. ഇവൻ എന്തെങ്കിലും ചെയ്യണമെന്നറിയാം, കണ്ട കുരുവൊക്കെ എടുത്ത് മണക്ക് വെക്കാണ്. എന്നിട്ട് ഇവിടെ ബോധം കെട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവനേറ്റ് പോകേണ്ടി വരും ഈ മലയുടെ ചെരുവിൽ. വാ പോളാ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോഴേക്കും ഒരു പരുവാ കേട്ടോ. ഇറങ്ങുമ്പോൾ എളുപ്പമായിരുന്നു. ഇനി കയറിയിട്ട് റൂമിൽ കയറ്റിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇത് ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ് കേട്ടോ, അതും ഞാൻ മെൻഷൻ ചെയ്തതാണേ. ഇത് ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ്. വേണ്ട അയ്യോ, എന്താ ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ, ഇവിടും കൂടെ നമുക്ക് പോയി നോക്കാം. വാ, കാടിൻ്റെ നടുക്ക് വേറെ ലെവൽ ലൊക്കേഷൻ കേട്ടോ. അടിപൊളി സ്ഥലത്താണ് ഈ വീട്. മലയുടെ ചെരുവിൽ ഒരു നിരപ്പ് സ്ഥലം, പിന്നെ നേരെ അടിക്ക് ചെരുവ്, പിന്നെ ഫുള്ള് ചക്കമരവും കാപ്പിത്തോട്ടം അതൊക്കെയാണ്. ഇതൊക്കെ റിസോർട്ട്സ് ആക്കിയാണ്ടല്ലോ പൊളിച്ചെടുക്കും നമ്മുടെ നാട്ടുകാർ. പക്ഷെ ആക്കാതിരിക്കണതാണ് നല്ലത്. ഇവിടെ ആരും ഇല്ല തോന്നുന്നു കേട്ടോ. ആരും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ഇവിടെ ആരും ഇല്ല തോന്നണ. ഇവിടെ ആരുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് പോകണം, ഇവിടെ നിൽക്കരുത്. അത് വേറൊരു കേസുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇത് പിന്നെ ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കുന്ന ബാത്റൂംസാണ്. ആളില്ലാതെ ടക്കുന്ന് ഇടത്ത് കൂടെ കിളമ്പിയിരുന്നു. വാ, ആളില്ലാന്നുണ്ടെങ്കിൽ നമ്മളവിടെ നിൽക്കരുത്, പിന്നെ നമ്മൾ കള്ളന്മാരാവും. ഇതാണ്ടാ ചെറിയ ദൂരം വയ്യാട്ടോ, ഹരി തൂങ്ങി. കുറച്ചും കൂടെ ഉള്ളു. ഇവരൊക്കെ എങ്ങനെയാണ് ഇത് ഡെയിലി കയറി ഇറങ്ങണമെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഡെയിലി എവിടെ കയറി ഇറങ്ങും ഞങ്ങളോ.
ഭവാനി സാഗർ ഡാം ബാക്ക് വാട്ടർ. ബാക്ക് വാട്ടർ. ഭവാനി സാഗർ ഡാം ബാക്ക് വാട്ടറാ. അല്ല അമ്മ ഇവിടുന്ന് വ്യൂ ഉണ്ടോ നിങ്ങൾക്ക് എത്ര കാണുന്നറിയില്ല. അവിടെ അങ്ങനെ പോകുന്നുണ്ട് വെള്ളം അങ്ങനെ അത്ര ദൂരത്തേക്ക് കിടക്കുന്നുണ്ടോ. ഇത് കണ്ടില്ലേ, ഈ ഭവാനി സാഗറിന്റെ ബാക്ക് വാട്ടറാണ് ഈ കാണുന്നത്. ഇതിന്റെ ഫ്രണ്ട്, അതായത് ബാക്ക് സൈഡാണ് നമ്മളത്. ഇതിന്റെ ഫ്രണ്ട് സൈഡ് അങ്ങേ സൈഡ് കർണാടകയാണ് കേട്ടോ. നമ്മുടെ സത്യമംഗല് വീരപ്പൻ വിറപ്പിച്ചെന്ന കാടുകളാണ് ഇത് ഈ കാണുന്നത് നമ്മള്. അപ്പോൾ ഫൈനലി നമ്മൾ ഇവിടുന്ന് പോകും. കാറ്റടിക്കുന്നുണ്ട്. ഈ ഭവാനി സാഗർ ബാക്ക് വാട്ടറിൽ നിന്ന് ഇവിടുന്ന് പോകട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അങ്ങേ ഭാഗം കർണാടകയാണ്, നമ്മൾ നിൽക്കുന്നത് തമിഴ്നാടാണ്. ഇതിൻ്റെ ഇതൊരു റിസർവ് ഏരിയ ആണ് കേട്ടോ, റിസർവ് ഫോറസ്റ്റ് ഏരിയ ആണ്. അതിൻ്റെ അടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആന ചപ്പ് ചവറും പോലെ കാണാമെന്ന് കേട്ടോ പറയണത്. ഇഷ്ടം പോലെ ആനകളായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ അലോഡില്ല. ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വല്ല നടക്കണ കണ്ടു നമ്മൾ. ഇത്ര വെള്ളം എന്ന് പറയാം ദൂരത്തേക്ക് കണ്ടില്ലേ ആ മലക്കുന്നുകളൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു അടിപൊളി വീഡിയോയിലും വീണ്ടും കാണാം. നമുക്ക് ഇവിടുന്ന് പോവാം. ടാറ്റാ ബൈ ബൈ. അടുത്തൊരു അടിപൊളി വീഡിയോയിലും വീണ്ടും കാണാം. ബൈ ബൈ.